ഹലോ കൂട്ടുകാരി, അപ്പോൾ ഞാൻ ഇന്ന് ഒരു അപ്കമിംഗ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ രേവതിക്കുട്ടിയുടെ ഒരു എപ്പിസോഡ് ആട്ടോ. രേവതിക്കുട്ടിയുടെ മാത്രമല്ല അലീനയുടെയും എപ്പിസോഡാണ്. അപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. വീട്ടിൽ അലീനയെ തെറ്റിദ്ധരിക്കുകയും അലീനയെ വീട് വിട്ട് ഇറങ്ങാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായല്ലോ. അങ്ങനെ അതൊക്കെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അലീനയുടെ വിഷമം രേവതിക്കുട്ടി എങ്ങനെ അറിയുന്നതെന്ന് നമുക്ക് നോക്കാം. അലീനയ്ക്ക് എന്താണ് വിഷമം എന്നുള്ളതൊക്കെ രേവതിക്കുട്ടിക്ക് ഒരു സൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു ദിവസം രേവതിക്കുട്ടി ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അലീന ഇങ്ങനെ ആരൊക്കെയോ ചേർന്ന് തല്ലുന്നതും അലീന അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ കരയുന്നതും കരഞ്ഞ് നിലവിളിക്കുന്നതൊക്കെ ആയിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ സ്വപ്നം കാണാട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ചേച്ചി ഒന്നും ചെയ്യല്ലേ, ചേച്ചി ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ പറയട്ടോ. ചേച്ചി ഒന്നും ചെയ്യല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അലീന അങ്ങനെ കഴിയണം, മോളെ എന്നെ ഒന്ന് വിടാൻ പറ, രേവതിക്കുട്ടി എന്നെ ഒന്ന് വിടാൻ പറ, എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്നത് അലീന ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ഇതൊക്കെ രേവതിക്കുട്ടിയുടെ സ്വപ്നമാണ്. അപ്പോൾ രേവതിക്കുട്ടി അയ്യോ ചേച്ചി ഒന്നും ചെയ്യല്ലേ, വിട്, എൻ്റെ ചേച്ചി ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മേലിൽ നീ അങ്ങനെ ചെയ്യോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരാളിങ്ങനെ അടിക്കുന്നതൊക്കെ ആയിട്ടാണ്, ഒരു സ്ത്രീ ഇങ്ങനെ അടിക്കുന്നതൊക്കെ ആയിട്ടാണ് രേവതിക്കുട്ടി ഇങ്ങനെ സ്വപ്നം കാണുന്നത്. ചേച്ചി ഒന്നും ചെയ്യലേ എന്ന് ഉച്ചത്തിൽ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി ഉണരാട്ടോ. അയ്യോ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് ഉണരുന്നത്. അപ്പോൾ ഇവളുടെ കരച്ചിൽ കേട്ടിട്ട് ഗ്രേസമ്മയും മാംചാനും ഓടി വരുന്നുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെയാണ് അവർ കിടക്കുന്നത്. അപ്പോൾ ഗ്രേസമ്മ ഓടി വരികയാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ കരയുന്ന കേട്ടോ. എന്ത് പറ്റി രേവതി എന്ന് ചോദിച്ചുകൊണ്ട് ഗ്രേസമ്മ വരും കേട്ടോ. മാംചാനും എന്ത് പറ്റി, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എൻ്റെ ചേച്ചിക്ക് എന്തോ വിഷമമുണ്ട് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ഈ ചേച്ചിക്ക് എന്ത് വിഷമം, ചേച്ചി അവിടെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, നമ്മൾ അന്ന് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ അവിടെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയട്ടോ. ചേച്ചി അത് കള്ളം പറഞ്ഞതാണ്, ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട്, ചേച്ചിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, ചേച്ചിക്ക് എന്തോ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സംഭവം നടന്നിട്ടുണ്ട് എന്നിങ്ങനെ രേവതിക്കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. സാരമില്ല, നീ ഇപ്പോൾ ഉറങ്ങ്, നമുക്ക് നാളെ ഒന്ന് രേവതിക്കുട്ടി അലീനയെ നമുക്ക് നാളെ ഒന്ന് വിളിക്കാം എന്ന് പറയട്ടോ. അങ്ങനെ രേവതിക്കുട്ടി വീണ്ടും കിടക്കണം. അപ്പോഴും രേവതിക്കുട്ടിക്ക് ഇങ്ങനെ തോന്നുകയാണ്, മോളെ എന്ന് അലീന ഇങ്ങനെ വിളിക്കുന്ന പോലെ, മോളെ രേവതിക്കുട്ടി നീ ചേച്ചിയും പറഞ്ഞു, ചേച്ചിക്ക് വയ്യ, ചേച്ചിക്ക് നീ ഇവിടെ നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നത് പോലെ വീണ്ടും ഇങ്ങനെ തോന്നുകട്ടോ. അപ്പോൾ അവൾ കണ്ണും കാതൊക്കെ അടച്ച് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ബ്രിജിത്ത മമ്മി ഇങ്ങനെ ഓർക്കണം, മമ്മി ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചേച്ചിയെ കാത്ത് രക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം കാണിക്കുന്നത് നമ്മുടെ അലീന ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടോ. മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മുത്തശ്ശിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. പക്ഷേ എന്നാലും വൈജയുടെ മുഖത്ത് ഒരു തെളിച്ചില്ല കേട്ടോ. വൈജയ്ക്ക് ഒട്ടും താല്പര്യമൊന്നുമില്ല അലീന ഇവിടെ ഇങ്ങനെ നിന്നതിൽ കേട്ടോ. എന്താണെങ്കിലും അലീന കാരണമാണല്ലോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അലീന വന്നതുകൊണ്ടാണല്ലോ ഹരി ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോഴും കുറ്റം വരുന്നത് അലീനയ്ക്ക് തന്നെയാണ്. ഹരീന അങ്ങനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ബാലചന്ദ്രൻ വൈജയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇപ്പോഴും അലീനയെ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും തെളിഞ്ഞതല്ലേ, ശരിയാണ്, സമ്മതിച്ചു, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ അതിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ അവൾ വന്നതുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടല്ലേ ഞാൻ അന്നേ പറഞ്ഞത് ഈ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളൊന്നും വീട്ടിൽ ജോലിക്ക് വേണ്ടാന്ന്. അവൾ വന്നതുകൊണ്ട് മാത്രമല്ലേ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായത്. നേരത്തെ ഇവിടെ കുഞ്ഞുമോളുണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അതിന് മുൻപ് വേറെ ആളുണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഇങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഇവൾ വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതല്ലേ. അപ്പോൾ അവൾ തന്നെയല്ലേ അതിന് കാരണക്കാരിയാണ്. ഏറ്റവും നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി, മനുവിനെയും ബാലചന്ദ്രനെയും പറഞ്ഞാൽ മതി, എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാണ്, അവൾ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് നിങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാലനോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കട്ടോ. എന്നാലും നീ നിന്റെ ആങ്ങളുടെ മോനെ കുറ്റം പറയരുത്, നീ നിന്റെ മോനെ കുറ്റം പറയരുത്. നിന്റെ മോനല്ലേ ഇവിടെ നിന്ന് കാശ് കടിച്ചു മാറ്റിയത്, എന്നിട്ട് ആ പഴി മുഴുവൻ അവൾ ഏറ്റിട്ട് ആ കാശ് എനിക്ക് തിരിച്ചു തരാനുള്ള മനസ്സ് കാണിച്ചില്ലേ എന്നൊക്കെ പറയട്ടോ. അതൊക്കെ അവളുടെ അടവാണ്, അവളെ അറിയാതെ ഇവിടെ ഇനി ഒന്നും നടക്കില്ല. അങ്ങനെയുള്ള രീതിയിൽ വീണ്ടും അവളെ തന്നെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഇനി മേലിൽ അവളെ പറ്റി ഒരു മോശമായിട്ടൊരു വാക്ക് നീ പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടട്ടോ. ബാലചന്ദ്രൻ എന്തിനാ അവളെ പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരാൻ? ബാലചന്ദ്രൻ്റെ ആരാ, അവൾ മകളാണോ, അല്ലെങ്കിൽ സഹോദരിയുടെ മകളാണോ, അല്ലെങ്കിൽ നിന്റെ എങ്ങനെയെങ്കിലും റിലേഷൻ ആണോ? ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കട്ടോ. അതെല്ലാം വേറെ വല്ലതും മനസ്സിൽ കണ്ടിട്ടാണോ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കട്ടോ. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യം വരും കേട്ടോ. നീ എന്താ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഒരു മകളുടെ പ്രായമുള്ള ഒരു കൊച്ചിനെ കുറിച്ചാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് നോക്കണം എന്ന് പറയട്ടോ. മകളുടെ പ്രായമുള്ള കൊച്ചാന്ന് വെച്ചിട്ട് മകളല്ലല്ലോ, ഒരു വേലക്കാരി പെണ്ണല്ലേ, അനാഥ പെണ്ണല്ലേ, അപ്പോൾ നോക്കുമ്പോൾ ആരുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കട്ടോ. എന്തും ചെയ്യാലോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ബാലന് ഭയങ്കര ദേഷ്യം വരുന്നത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ തലയിൽ മൊത്തം വിഷമാണ്, അതുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രാവിലെ ആയപ്പോൾ രേവതിക്കുട്ടി മാമച്ചാനും ഗ്രേസമ്മക്കൊക്കെ കോഫി കൊണ്ടുപോയി കൊടുക്കട്ടോ. അപ്പോൾ എന്നിട്ട് നിന്റെ ക്ഷീണമൊക്കെ മാറിയോ, നിന്റെ പേടി സ്വപ്നമൊക്കെ മാറിയോ, എന്താ നീ ഇപ്പോൾ കണ്ടത് ചേച്ചിയെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കട്ടെ ഗ്രേസമ്മ. അത് ചേച്ചിക്ക് എന്തോ വിഷമമുണ്ട് ആൻറ്റി, ചേച്ചി എന്നെ ഇങ്ങനെ വന്ന് വിളിക്കുന്നു, ചേച്ചി ആരൊക്കെ ഉപദ്രവിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ സ്വപ്നം കണ്ടത്, അതുകൊണ്ട് എനിക്ക് എന്തൊരു ടെൻഷൻ, ചേച്ചിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് എന്ന് പറയട്ടോ. അത്രയാണെങ്കിൽ നീ ഒന്ന് വിളിച്ച് നോക്കി, ചേച്ചി വിളിച്ച് നോക്കുന്നു പറയട്ടോ. എനിക്ക് അപ്പോൾ രേവതിക്കുട്ടി വിളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ രേവതി എന്താ നീ വിളിക്കുന്നില്ലെന്ന് ചോദിക്കണം. എനിക്ക് വിളിക്കുന്നുണ്ട് ആൻറ്റി, എനിക്ക് ചേച്ചി ഒന്ന് കാണണമെന്നുണ്ട് എന്ന് പറയട്ടോ. കുറേ നാളായില്ലേ ചേച്ചിയെ കണ്ടിട്ട്, എനിക്ക് ചേച്ചി ഒന്ന് കാണണം എന്ന് പറയണം. അപ്പോൾ എവിടെയാണ് അവരുടെ വീട് എന്നൊക്കെ നിനക്ക് അറിയാൻ ചോദിക്കണം. പാലായിലാണ്, കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേച്ചിയെ കൊണ്ടുപോയത്. പിന്നെ അവിടുന്ന് പാലായിൽ തന്നെയുള്ള കടപ്പാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേച്ചി ഇപ്പോൾ താമസിക്കുന്നതെന്ന് പറയട്ടോ. അത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, എന്നാലും നോക്കാം, നമുക്കൊരു ദിവസം പോകാമെന്ന് പറയട്ടോ. അപ്പോഴും രേവതിക്കുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞില്ലേ, തൽക്കാലം നീ ചേച്ചി ഒന്ന് വിളിച്ചേക്ക്, നമുക്കൊരു ദിവസം പോകാമെന്ന് പറയണം. അങ്ങനെ അപ്പം രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ഫോൺ എടുത്തിട്ട് അലീനയെ വിളിക്കാൻ നോക്കുമ്പോൾ അലീനയുടെ ഫോണിലേക്ക് കോൾ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ ചാർജൊക്കെ തീർന്നിട്ട് ഓഫായി കിടക്കുകയായിരിക്കും, അങ്ങനെ കോൾ കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഒരു ദിവസം, ഒരു അവധിയുള്ള ദിവസം കേട്ടോ, സൺഡേ ആണ്. അപ്പോൾ ഗ്രേസമ്മയും മാംചാനും കൂടി രേവതിക്കുട്ടിനെയും കൂട്ടിയിട്ട് അലീനയെ കാണാനായിട്ട് പോകും കേട്ടോ. അപ്പം അലീനയെ കാണാൻ പോകുന്ന സന്തോഷം ഒരുപാടുണ്ട്. അപ്പോൾ അലീനയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് രേവതിക്കുട്ടിക്ക് ഉണ്ട്. പക്ഷേ എന്ത് പറഞ്ഞ് വാങ്ങിപ്പിക്കും, ഞാൻ ഇവിടുത്തെ ഒരു സെർവൻ്റ് അല്ലേ, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുക കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഗ്രേസമ്മ ചോദിക്കുന്നത്, അല്ല നീ നിന്റെ ചേച്ചിയെ കാണാനല്ലേ പോകുന്നത്,
വെറും കൈയോടെയാണോ നീ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ എൻ്റെ കാശൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കില്ല, അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയട്ടെ. ആ കാശുണ്ടെങ്കിൽ നിനക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, നിനക്ക് എന്താ ചേച്ചിക്ക് വാങ്ങിക്കാനുള്ളതെന്ന് വെച്ചാൽ വേഗം വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് കടയുടെ മുന്നിൽ നിർത്തട്ടെ. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറിയും ഒക്കെ വാങ്ങിക്കട്ടോ. ഇത് മാത്രം മതി ചേച്ചിക്ക്, ഇത് മാത്രമാണോ കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന് ചോദിക്കണം. പിന്നെ എന്താ വാങ്ങിക്കേണ്ടത്, എനിക്ക് അറിയില്ല എന്താ വാങ്ങിക്കേണ്ടത്, കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാലോ നിനക്ക്, അപ്പോൾ അത്രയ്ക്ക് അതിനൊക്കെ ഒരുപാട് കാശാവില്ലെന്ന് ചോദിക്കാട്ടോ രേവതിക്കുട്ടി. നിന്നോട് കാശിൻ്റെ കണക്ക് ആരെങ്കിലും ചോദിച്ചോ, നിനക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനല്ലേ പറഞ്ഞെന്ന് പറയണം. അങ്ങനെ അവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയിട്ട് അലീനയ്ക്ക് ആവശ്യമായിട്ടുള്ള അലീന ധരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ എടുക്കട്ടെ. അപ്പോൾ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രം എടുത്താൽ മതി, കുറച്ച് നല്ല ഡ്രസ്സുകളോട് എടുക്കുക ചേച്ചി, അതൊന്നും ഇടില്ല ആൻറ്റി, ചേച്ചി അധികം വില പിടിപ്പുള്ള ഡ്രസ്സുകളൊന്നും ഇടൂല എന്ന് പറയട്ടെ. എന്നാലും നീ ഒരെണ്ണം വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണം ഒരു നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഡ്രസ്സ്, ഒരു 3-4 ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട്, ഒരെണ്ണം നല്ലതായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് രേവതിക്കുട്ടി മാമച്ചാനും ഗ്രേസമ്മയും കൂടിയിട്ട് അവിടെ കടപ്പാട്ടൂരിലേക്ക് പോകുക കേട്ടോ. അപ്പം സൺഡേ ആയതുകൊണ്ട് ബാലചന്ദ്രനും എല്ലാവരും വീട്ടിലുണ്ട്, മക്കളും വൈജയന്തി ഒക്കെ വീട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ കയറി വരുന്നത് കേട്ടോ. അപ്പം വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ വൈജയന്തിയാണ് വന്ന് വാതിൽ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തി നോക്കുമ്പോൾ ഒരു കുറച്ച് അത്യാവശ്യം കുറച്ച് സമ്പന്നരാണെന്ന് തോന്നുന്ന രീതിയിലുള്ള 2 പേര് ഒരു പെൺകുട്ടിയായിട്ട് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വൈജയന്തി ആദ്യം നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. ആരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെയല്ലേ അലീന ചേച്ചി താമസിക്കുന്നതെന്ന് ചോദിക്കട്ടെ രേവതി. അപ്പം വൈജയന്തിയുടെ മുഖം മാറാട്ടോ. അതേന്ന് പറയാണ്, അലീനയുടെ ആരാ നിങ്ങളെന്ന് ചോദിക്കട്ടോ വൈജയന്തി. ഞാൻ ചേച്ചിയുടെ അനിയത്തിയാണ്, ഞങ്ങൾ ഒരുമിച്ച് അനിയത്തിയെന്ന് ചോദിക്കട്ടോ. അനിയത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് അനാഥാലയത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു, സ്നേഹനികേതനത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ് എന്ന് പറയട്ടോ. അപ്പം വൈജയന്തിയുടെ മുഖാകെ മാറുകയാണ്. അപ്പം അലീനയുടെ ഇതിൽ വന്ന ഒരു ആൾക്കാരാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരുടെ മുഖഭാവം മാറട്ടോ. അപ്പം ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആരാ വൈജയെന്ന് ചോദിച്ചുകൊണ്ട്. ഇത് അലീനയെ കാണാൻ അവളുടെ അനിയത്തി വന്നേക്കുന്നതാണ് എന്ന് പറയട്ടോ. അപ്പം രേവതിക്കുട്ടിയെ കാണുമ്പോൾ അലീനയുടെ അനിയത്തിയാണോ ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ സ്നേഹനികേതനത്തിൽ ഉണ്ടായിരുന്നതാണെന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ ആരാന്ന് ചോദിക്കും, ഇതൊക്കെ ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ അങ്കിളും ആൻറ്റിയാണെന്ന് പറയട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ സംസാരം കേട്ടപ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കണം, അങ്കിളും ആൻറ്റിയോ എന്ന് ചോദിക്കണം. അതെ, അപ്പം അതെ ഞാൻ അവളുടെ ആൻറ്റിയാണ്, ഇത് ഇവളുടെ അങ്കിളാന്ന് പറയട്ടോ. നിങ്ങൾ ഇവിടെ ജോലിക്ക് തന്നെയല്ലേ കൊണ്ടുപോയെന്ന് ചോദിക്കണം. അതെ, വീട്ടു ജോലിക്ക് കൊണ്ടുപോയെന്ന് വെച്ചിട്ട് അങ്കിൾ ആൻറ്റി എന്ന് വിളിക്കാൻ പാടില്ലാന്നുണ്ടോ, കൊച്ചമ്മയെ മാഡം എന്ന് തന്നെ വിളിക്കണമെന്നുണ്ടോ ഗ്രേസമ്മ ചോദിക്കട്ടോ. അപ്പോൾ ഗ്രേസമ്മയുടെ ഈ സ്വഭാവം വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി ആണെങ്കിലും ഗ്രേസമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഏകദേശം വൈജയന്തിയുടെ സ്വഭാവം മനസ്സിലാവാണ്. അപ്പോൾ അലീനയ്ക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം മനസ്സിലാവട്ടോ. അങ്ങനെ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, അലീന ചേച്ചി ഇങ്ങോട്ട് വിളിച്ചെന്ന് പറയട്ടോ. അപ്പോൾ അലീന കിച്ചണിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ മോളേന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി കെട്ടിപ്പിടിക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് മാംസാനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഇവരെ വീട്ടിലേക്ക് പിന്നെ ക്ഷണിക്കുന്നൊന്നുമില്ല കേട്ടോ, ഇവരുടെ ആൾക്കാരാണെന്ന് മനസ്സിലായപ്പോൾ. അപ്പോൾ ബാലചന്ദ്രനാണ് വരും അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ലിവിംഗ് റൂമിലേക്ക് ഇവരെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ വൈജയന്തി ഒന്ന് നോക്കിക്കൊണ്ട് ഗ്രേസമ്മയും അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ഗ്രേസമ്മയും മാംസാനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നേക്കാലോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ട് വൈജയന്തി, ഇതൊക്കെ ഞങ്ങൾ ഇവൾക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറയണം. അതെന്താ കൊണ്ടുവന്നാൽ അത് അവളുടെ അനിയത്തി അലീനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ലേ എന്ന് ബാലചന്ദ്രൻ പറയട്ടോ. അങ്ങനെ അലീനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അലീന അതൊക്കെ എടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് മുത്തശ്ശിയെ കാണാനായിട്ട് പോകട്ടോ. അപ്പോൾ ഗ്രേസമ്മയും മാംസാനും കൂടെ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവാണ്. സ്വന്തം അമ്മയാണെന്ന് ചേച്ചിക്ക് അറിയാം, പക്ഷേ മറ്റുള്ളവർക്കൊന്നും അറിയില്ലെങ്കിലും അമ്മ അവളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവട്ടെ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശി ഇതിൻ്റെ അനിയത്തിയാണ് രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തട്ടോ. ആണോ, ഇവളെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ ഞാൻ അന്ന് വിളിച്ചില്ലേ മുത്തശ്ശി, അവരൊക്കെ നല്ല ആൾക്കാരാണ്, അവരാണ് കൊണ്ടുവന്നതെന്ന് പറയട്ടോ. അപ്പോൾ ആ സമയത്ത് ഗ്രേസമ്മയും മാംസാനും കൂടി അങ്ങോട്ടേക്ക് വരാട്ടോ. അപ്പോൾ ഗ്രേസമ്മയും മാംസാനും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് മുത്തശ്ശിക്ക്. ഇതാണ് മുത്തശ്ശിയും ചോദിക്കാട്ടോ. അതേന്ന് പറയുന്ന അലീന. അപ്പോൾ പറയുന്നുണ്ട്, ഈ മുത്തശ്ശിയുടെ മോൾ തന്നെയാണോ അവിടെ നിൽക്കുന്നത്, എന്തൊരു സ്വഭാവമാണ് അതിൻ്റെതെന്ന് ചോദിക്കട്ടോ. എങ്ങനെയാണോ ഒരു വീട്ടിൽ വരുന്നവരോടൊക്കെ പെരുമാറുന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഈ അലീനയോടുള്ള ദേഷ്യം കൊണ്ടാണ്, അലീനയുടെ ഒട്ടും ഇഷ്ടമല്ല അവർക്ക്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞു ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണെന്നാണല്ലോ എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അത് അവൾ അങ്ങനെയല്ലേ പറയുള്ളൂ, അവൾക്ക് വേറെ തിരിച്ച് പറയാനൊന്നും പറ്റത്തില്ലല്ലോ, അവളുടെ മനസ്സ് അങ്ങനെയുള്ള മനസ്സാന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി അലീന ഇങ്ങനെ നോക്കുമ്പോൾ അലീന ഇങ്ങനെ തല താഴ്ത്തുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അലീന കിച്ചണിലേക്ക് പോകട്ടെ. അപ്പോൾ രേവതിക്കുട്ടി മാംസാനും ഗ്രേസമ്മയും മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീന കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ വൈജയന്തി ഓടി വരട്ടോ. അങ്ങോട്ട് അവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കണം. എനിക്കറിയില്ല, എന്നെ കാണാനാണെന്നാണ് പറഞ്ഞത്, നിന്നെ കാണാൻ എന്തിനാ അവർക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം പിരിഞ്ഞു പോകത്തില്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് അവരെ നീ വിളിച്ച് വരുത്തുന്നത് ചോദിക്കട്ടോ. ഞാൻ വിളിച്ച് വരുത്തുന്നില്ല, പിന്നെ എങ്ങനെ ഇവിടുത്തെ അഡ്രസ്സൊക്കെ അവർക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസം വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, എവിടെ താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറയട്ടോ. വേണ്ടാത്ത ഓരോ വയ്യാവരികൾ ഇനി മേലെ നിന്നെ കാണാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരരുത്, അതെല്ലാം നിനക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് നീ പൊക്കോ എന്നൊക്കെ പറയട്ടോ. ആ സ്ത്രീയുടെ നിപ്പും പാവം സംസാരം ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയട്ടോ. ആര് ഗ്രേസമാൻറ്റി പാവാണ്, ഭയങ്കര സാധുവാണ്, നല്ല സ്നേഹമാണ് എന്നൊക്കെ പറയട്ടോ. എന്നെ പോലെ അല്ലാന്നല്ലേ നീ പറഞ്ഞു വരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയട്ടോ. അലീന, എനിക്ക് മനസ്സിലായി നീ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്, പെട്ടെന്ന് അവരെ ഇവിടെ പറഞ്ഞു വിട്ടോളും, അധികം നേരം ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറയട്ടോ. ആ സമയത്താണ് ഗ്രേസമ്മ ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ സംസാരം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കട്ടോ. അപ്പോൾ വൈജയന്തി ഇത് പറഞ്ഞ് തിരിയുന്നത് നോക്കുന്നത് ഗ്രേസമ്മയാട്ടോ. അപ്പോൾ വൈജയന്തി ആകെ പരിങ്ങലിലാവുകയാണ്. അതും കൂടി ആയപ്പോൾ വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വീട്ടിൽ വരുന്നവരൊക്കെ ഇങ്ങനെ കിച്ചണിലേക്കാണോ കയറി വരാൻ ചോദിച്ചോണ്ട് ഇതൊരു മാനേഴ്സ് ഇല്ലാത്ത പരിപാടിയാണല്ലോ എന്ന് പറയട്ടോ. ഞാൻ എൻ്റെ അലീനയാണ് കാണാൻ വന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കൊരു മുത്തിനെ കൊണ്ടുവന്നതാണ് അലീന, ആ അലീനയെ ഞങ്ങൾക്ക് കാണാനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും, അതിപ്പോൾ കിച്ചണാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി എന്ന് ഗ്രേസമ്മ പറയട്ടോ.
വൈജയന്തി അപ്പോൾ അവന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാണ്. അപ്പോൾ അലീനയോട് സംസാരിക്കുന്നുണ്ട്. എന്തൊരു തരം സ്ത്രീയാ മോളെ അവർ ഇവിടെയാണോ നീ നല്ല സ്നേഹമാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്, നിനക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോര്, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്, രേവതിക്കുട്ടി മാത്രമല്ല നീ കൂടി വന്നാലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറയട്ടോ. അത് വേണ്ട ആൻറ്റി, സാരമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുമ്പോൾ നീ എന്താ അങ്ങനെ പറയുന്നത് ചോദിക്കണം. അതിനൊക്കെ ഒരു കാരണമുണ്ട് ആൻറ്റി, അതൊക്കെ ഞാൻ പിന്നീട് പറയാം, എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇതാണ് എൻ്റെ വീട്, എൻ്റെ അമ്മയും അച്ഛനും കൂടപ്പിറപ്പുകളാണ് ഇവരൊക്കെ എന്ന് പറയണം. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്, നീ ഇവിടുത്തെ വെറും ജോലിക്കാരിയില്ലേ, ഒരു ജോലിക്കാരിയോട് പെരുമാറേണ്ട ഒരു മര്യാദ പോലും അവർ നിന്നോട് കാണിക്കുന്നില്ല, എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്, എന്നിട്ട് നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ ആ മുത്തശ്ശിയെ കണ്ടില്ല ആൻറ്റി, മുത്തശ്ശിക്ക് ഞാനില്ലാതെ പറ്റില്ല, മുത്തശ്ശിയെ എന്നെ വിടില്ല, അത് മാത്രമല്ല ഇനിയിപ്പോൾ മുത്തശ്ശി വിട്ടാലും എനിക്ക് ഇവിടെ നിന്ന് പോരാൻ പറ്റില്ല, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, അത് എൻ്റെ ആവശ്യമാണെന്ന് പറയട്ടോ. ശരി, നിന്റെ ഇഷ്ടം പോലെ, പക്ഷേ നിനക്ക് എപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു, അതല്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതാവുന്നു, അപ്പോൾ നീ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാം, അല്ലാതെ നീ വേറെ എങ്ങോട്ടും പോകരുതെന്നൊക്കെ ഗ്രേസമ്മ പറയട്ടോ. അങ്ങനെ പിന്നീട് അലീന ചായയും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിളിച്ച് ചായ കൊടുക്കട്ടെ, ഗ്രേസമ്മയും മാംസാനെയും രേവതിക്കുട്ടീനൊക്കെ വിളിച്ചിട്ട് ഒക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് ബാലചന്ദ്രനും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അവരുടെ കൂടെ ചായ കുടിക്കാനായിട്ട്. വൈജയന്തി അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യുന്നില്ല, അവിടെ വേറെ ഇരുന്ന് പത്രം വായിക്കുന്ന പോലെയൊക്കെ ഇരുന്ന് കാണിക്കുകയാണ്, വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ രേവതിക്കുട്ടി ചായ കുടിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കാൻ, ചേച്ചി വന്നേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകട്ടോ. അങ്ങനെ രേവതിക്കുട്ടി അലിനെയും കൂട്ടിയിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം. അപ്പോൾ അത് കൃഷ്ണയും ബബിതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പുറത്തേക്ക് പോയിട്ട് ചേച്ചി എന്താ ഇവിടെ ഭയങ്കര സുഖമെന്നല്ലോ പറഞ്ഞത്, സന്തോഷമെന്നല്ലോ പറഞ്ഞത്, പക്ഷേ എന്താ ചേച്ചിയോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്, ചേച്ചിയുടെ അമ്മ എന്താ അങ്ങനെ പെരുമാറുന്നത് ചോദിക്കട്ടോ. എൻ്റെ പൊന്നുമോളെ അവർക്ക് അറിയില്ലല്ലോ ഞാൻ മോളാണെന്നുള്ളത്, ഇനിയിപ്പോൾ മോളല്ലാന്നുണ്ടെങ്കിലും ഒരു സെർവൻറ്റിനോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്ന് ചോദിക്കുകയാണ്. അവർ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് മോളെ, അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ പറയണം അലീന. എന്താണെങ്കിലും വളരെ കഷ്ടമുണ്ട് കേട്ടോ ചേച്ചി എങ്ങനെ ഇവിടെ പിടിച്ച് നിൽക്കുന്നു എന്ന് ചോദിക്കുകയാണ്. നീ എന്നല്ലേ എന്നോട് പറഞ്ഞത് ഈ കുടുംബം ശിഥിലമാക്കാൻ പോകുന്ന ഒരു ബോംബും കൊണ്ടാണ് ചേച്ചി അവിടെ പോകുന്നതെന്നും, അത് ചേച്ചിയുടെ മനസ്സിലാ ചിന്ത ഉണ്ടെങ്കിൽ എന്ത് കഷ്ടപ്പാടാണെങ്കിലും ചേച്ചിക്ക് അവിടെ പിടിച്ച് നിൽക്കാമെന്ന് നീ എന്നല്ലേ എന്നോട് പറഞ്ഞത്, പിന്നെ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കട്ടെ. അല്ല ചേച്ചി, എന്നാലും ഇത്രയൊക്കെ ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റുമോ, ഞാൻ ചേച്ചിയെ സ്വപ്നത്തിൽ കണ്ടു, ഭയങ്കര വിഷമമായി പോയി, ചേച്ചിക്ക് എന്തോ ഒരു അപകടം പറ്റി, എന്തൊക്കെയോ മാനസികമായിട്ട് വിഷമങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെയൊക്കെ കണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അലീന അവിടെ നടന്ന സംഭവങ്ങളൊക്കെ രേവതിക്കുട്ടിയോട് പറയാണ്. എൻ്റെ പൊന്നു ചേച്ചി ഇവിടെ നിൽക്കണ്ട, ഞങ്ങളുടെ കൂടെ പോര്, ഗ്രേസമ്മയും മാംസാനെങ്കിലും പൊന്നു പോലെ നോക്കിക്കോളും, ഒരു കുഴപ്പമുണ്ടാവില്ല അവിടെ എന്ന് പറയട്ടോ. വേണ്ട മോളെ, അത് അവർ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയെങ്കിലും പിന്നീട് അവർക്കതൊരു ബുദ്ധിമുട്ടാവും, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ, ഇതല്ലേ എൻ്റെ വീട്, ഇവിടെയല്ലേ എൻ്റെ അമ്മയുള്ളത്, എൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ളത് ഇവിടെയല്ലേ, അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ പിടിച്ച് നിന്നോളാന്ന് പറയണം. ആ സമയത്താണ് അലീനെ ശ്രദ്ധിക്കുന്നത്. കൃഷ്ണ ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണയ്ക്ക് അലീനയുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്, അപ്പോൾ ഇത് ആരാന്നൊക്കെ സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ അലീന വേഗം കൃഷ്ണയെ വിളിക്കാട്ട് ഇങ്ങോട്ടേക്ക് വാ, എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ അടുത്തേക്ക് വരുമ്പോൾ രേവതിക്കുട്ടിയെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ അനിയത്തിയാണ് രേവതിക്കുട്ടി എന്ന് പറയട്ടോ. അപ്പോൾ ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൃഷ്ണമോൾ ഇതെൻ്റെ അനിയത്തിയാന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയും കൃഷ്ണയെ അങ്ങനെ സംസാരിക്കാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് മാമച്ചാനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി പോകുക കേട്ടോ. പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഗ്രേസമ്മ വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ അലീനയെ, നീ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഞങ്ങളുടെ കൂടെ പോര് എന്ന് പറയുമ്പോൾ ഇല്ലാണ്ടി ഞാൻ വന്നോളാം, പിന്നീട് ഒരിക്കലും വരാം, ഇപ്പം എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാട്ടോ. അപ്പോൾ ഇത് കേൾക്കുകയാണ് ബാലചന്ദ്രനും അതുപോലെ വൈജയന്തി. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ പോരാനോ, അതെന്തിനാ, അവൾ ഇവിടെയല്ലേ നിൽക്കുന്നത്, ഇവിടെയല്ലേ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയട്ടോ, ഇവിടെ ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതും എത്ര കഷ്ടപ്പെട്ടാണ് ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളും ഇതുപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു റൂമിൽ തറയിലൊന്നും ഞങ്ങൾ കിടത്തിയിട്ടില്ല, നല്ലൊരു സ്യൂട്ട് റൂമാക്കി തന്നെയാണ് AC ഒക്കെയുള്ള റൂമാണ് ഇവൾക്ക് ഞങ്ങൾ കിടക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്, ഞങ്ങളുടെ കൂടെ ഇരുന്നാണ് ഇവൾ ഭക്ഷണം കഴിക്കാറുള്ളത്, അതുപോലെ എല്ലാം ഞങ്ങളുടെ ഒപ്പം ഇരുന്നാണ് TV കാണാറുള്ളത്, ഞങ്ങളുടെ ഒരു മകളെ പോലെയാണ് ഞങ്ങൾ കാണുന്നത് എന്നൊക്കെ പറയാട്ടോ. അതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ വൈജയന്തിയെ നോക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സെർവൻ്റ് ആണെന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു പരിഗണനെങ്കിലും കൊടുക്കണ്ടേ, അല്ലാതെ ഇങ്ങനെ ഒരു തെരുവിൽ നിന്ന് വന്ന ഒരു പട്ടിയോട് കാണിക്കുന്നത് പോലെയൊക്കെയാണ് ഇങ്ങനെ കാണിക്കേണ്ടത് എന്നൊക്കെ പറയണ ഗ്രേസമ്മ. മാമച്ചാനും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അലീനയെ, അന്നും അലീനയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു, പക്ഷേ അലീന ഇവിടേക്ക് വരാൻ ഏറ്റതുകൊണ്ടാണ് അലീന ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മാമച്ചാൻ പറയാട്ടോ. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അലീന പോയി കഴിഞ്ഞാൽ ഇവിടെ അമ്മയുടെ കാര്യം ആകെ അവതാളത്തിലാകുമെന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ അലീനയും അത് തന്നെയാണ് പറയുന്നത്, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവൾ ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്, ഞങ്ങൾ ഒരുപാട് വിളിച്ചു പക്ഷേ അവൾ വരാൻ കൂട്ടാക്കുന്നില്ല, അവളുടെ വീടാണിത്, അവളുടെ ആൾക്കാരാണിത് എന്ന് തന്നെയാണ് അലീന പറയുന്നത് എന്ന് പറയുമ്പോൾ വൈജയന്തി ഇങ്ങനെ സംശയത്തോടെ നോക്കട്ടോ. അവൾ ഒരിക്കലും ഇവിടെ നിന്ന് വിട്ടു പോരാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കൂടി പറയട്ടോ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഗ്രേസമ്മയാണെങ്കിൽ വീണ്ടും അവളോട് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നിന്റെ തീരുമാനം നീ വരുന്നില്ല എന്ന് തന്നെയാണോ ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി, ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ ഉണ്ട് എന്നെ അങ്ങനെ ക്ഷണിച്ചല്ലോ, ഇനി അഥവാ എപ്പോഴെങ്കിലും വരാൻ തോന്നുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആൻറ്റിയുടെ അടുത്തേക്ക് തന്നെ വരും എന്ന് പറയട്ടോ. അപ്പോൾ എന്നാൽ ശരി മോളെ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ വെച്ചിട്ട് പോകുന്ന മാമച്ചാനെ അതുപോലെ അവളെ തോളിലൊന്ന് തട്ടിയിട്ട് ഇന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകട്ടോ. രേവതിക്കുട്ടിയാണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കണം, ചേച്ചി ഞങ്ങൾ പോവുകയാണ് എന്ന് പറയുമ്പോൾ അലീനയും കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയും മാമച്ചാനും ഗ്രേസമ്മയും അലീനയോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. പോകുന്ന വഴി ഗ്രേസമ്മ വൈജയന്തി ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, നോക്കിയിട്ടാണ് പോകുന്നത്, അല്ലാതെ യാത്ര പറയുന്നൊന്നുമില്ല. പിന്നീട് ബാലചന്ദ്രനോട് മാമച്ചാൻ യാത്ര പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു കാറിൽ കയറി തിരിച്ചു പോകണം. അപ്പോൾ നല്ലൊരു എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ്. രേവതിക്കുട്ടിയും മാമച്ചാനും ഗ്രേസമ്മയൊക്കെ കാണാനായിട്ട് വരുന്നത്, അലീനെ കാണാനായിട്ട് വരുന്നത്, ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള എപ്പിസോഡ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്.